നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടർ ആയിട്ടാണ്. അതായത് കുർക്കുറി ബിണ്ടിയാണ്. ബിണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രിയപ്പെട്ട വെണ്ടയ്ക്ക. അപ്പോൾ വെണ്ടയ്ക്ക വെച്ചിട്ട് ഒരു സ്റ്റാർട്ടർ, ഈവൻ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റാർട്ടറാണ്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ വെണ്ടയ്ക്ക വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ കുട്ടികളെ എങ്ങനെയെങ്കിലും വെജിറ്റബിൾസ് നമുക്ക് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സൂത്രപ്പണികളൊക്കെ നമ്മൾ അമ്മമാർ ചെയ്യുക, അല്ലേ? അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ക്യാബേജ് പക്കോട ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ വെച്ചിട്ടുള്ള മസാലക്കറി. അതൊക്കെ ഞാൻ ഈ നോമ്പ് കാലം ആയതുകൊണ്ടാണ് പ്രത്യേകിച്ചും വെജിറ്റേറിയൻ ഐറ്റംസ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണാനും ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? വെണ്ടയ്ക്ക നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം ഈ ഓരോ വെണ്ടയ്ക്കയും ഒരു നല്ല തുണി വെച്ചിട്ടോ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ തുടയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതിനങ്ങ് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്ന സൂത്രപ്പണികളൊക്കെ ഞാൻ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അതൊന്ന് വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെണ്ടയ്ക്കേനെ ഇതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ടിലത്തെ ഭാഗവും കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ വല്ല പുഴുവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാനും പറ്റും. മാത്രമല്ല ഈ വെണ്ടയ്ക്കയുടെ ഉള്ളിലത്തെ ഈ കുരുവില്ലേ, ഈ കുരുവിൻ്റെ ഭാഗം നമുക്ക് കളയണം. ഈ കുർക്കുറെ ബിണ്ടി ഉണ്ടാക്കുമ്പോൾ കുരു വേണ്ട. അപ്പോൾ ഓരോ ഈ മിഡിൽ പോർഷനിൽ ഇങ്ങനെ കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ ഇത് കൊടുത്തിട്ട് ഇതേപോലെ അങ്ങ് വരും. ആ കുരുവോടുകൂടി വൈറ്റ് പാർട്ട് അങ്ങ് വരും. അത് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ ഈ വൈറ്റ് കുരു ഉണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയിൽ നമ്മൾ വറക്കുന്ന സമയത്ത് ഇതിങ്ങനെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇതിലാണ് കൂടുതൽ ഈ കൊഴുപ്പുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ആകെ ഒരു നനഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിഡിൽ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളയാൻ പറയുന്നത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ 2 പീസാക്കാം. ഒരു വെണ്ടയ്ക്കയുടെ നമുക്ക് 4 പീസായിട്ടാണ് മുറിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാത്തിൻ്റെയും നടുവിൽ നിന്ന് ഈ കുരുവിൻ്റെ പോർഷൻ അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, അതിനുശേഷം ഇതുപോലെ അങ്ങ് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഈ 20 വെണ്ടയ്ക്കയും മുറിച്ചതിന് ശേഷം ഞാൻ ബാക്കിയുള്ള പരിപാടികൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ ഇതിലത്തെ കുരുവെല്ലാം കളഞ്ഞ് ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 6 പീസൊക്കെ ആയിട്ട് മുറിക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഒന്നിനെ തന്നെ 4 ആയിട്ട് മുറിച്ചിട്ടുള്ളേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് കുറച്ച് മുളക് പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കണം. നമുക്കിതിലോട്ട് എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, ക്യുമിൻ പൗഡർ അതായത് ചെറിയ ജീരകത്തിൻ്റെ നല്ല ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ. ഇപ്പോൾ ഗരം മസാല അല്ലെങ്കിൽ ചാട്ട് മസാല, എൻ്റെ അടുത്ത് ചാട്ട് മസാല ഇല്ല, അതുകൊണ്ട് ഞാൻ ഗരം മസാലയാണ് ഇടുന്നത്. ചാട്ട് മസാല ഉണ്ടെങ്കിൽ ചാട്ട് മസാല ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. പിന്നെ എൻ്റെ അടുത്ത് ഇതിലേക്ക് പിന്നെ വേണ്ട വേറൊരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ മാംഗോ പൗഡറാണ്. അതായത് നമ്മുടെ മാങ്ങയില്ലേ, മാങ്ങ നന്നായി ഉണക്കി പൊടിച്ചത്. എൻ്റെ അടുത്ത് ഇപ്പോൾ തൽക്കാലം അതില്ല, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു ചെറിയൊരു പുളി വേണം, അപ്പോഴാണ് കറക്റ്റായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഡ്രൈ മാംഗോ പൗഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന പോലെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് എപ്പോഴും സൂക്ഷിച്ചിടുക, ഒരുപാട് കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഈ പൊടിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മുടെ ഈ സംഭവം ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂണും കൂടെ മുളക് പൊടി ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയുടെ അളവ് നോക്കിയപ്പോൾ എനിക്ക് പോരാന്ന് തോന്നി, അതുകൊണ്ട് അതായത് മൊത്തത്തിൽ ഞാൻ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 20 മിനിറ്റെങ്കിലും മിനിമം അടച്ച് വെക്കണം. അപ്പോഴാണ് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി മസാലയൊക്കെ നന്നായിട്ട് ഇതിലോട്ട് പിടിക്കുള്ളൂ. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിലേക്കൊന്നും മസാലയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു 20 മിനിറ്റ് ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മേലേക്കൊക്കെ നന്നായിട്ട് മസാല കോട്ടായിട്ടുണ്ട്. അതായത് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഓരോന്നിലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പും പുളിയും എരിവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒരെണ്ണെടുത്ത് നോക്കുക. അതിനുശേഷം എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണേ. ഇത് സംഭവം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഞാൻ ദുബായിൽ വന്നിട്ടൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഗെറ്റ് ടുഗദറിന് പോയപ്പോഴാണ്. അങ്ങനെ അപ്പോൾ വെജിറ്റേറിയൻസിനെയൊക്കെ സാധാരണ രീതിയിൽ എല്ലാവരും തഴയാറുള്ളതാണ്. അപ്പോൾ പക്ഷേ അവിടെ ഈ സംഭവം ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ കൊള്ളാലോ. അപ്പോൾ അവിയും കഴിച്ചു, അന്ന് നന്ദുമില്ല.
അപ്പോൾ അവയ്ക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ സംഭവം എനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ മസാല വേർഷൻ ഇല്ലേ, അതും എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് നമ്മളെ വഴുതനങ്ങയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ അതും ഞാനൊരു ദിവസം കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ സ്നാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, വെറുതെ ഇങ്ങനെ കുറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ലതായിട്ടങ്ങ് ഫ്രൈ ആവട്ടെ, നല്ല ക്രിസ്പി ആവട്ടെ കേട്ടോ. അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അങ്ങ് തിരിച്ചും മറിച്ചിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് പോലെയാണ് തോന്നുക, പക്ഷെ പേടിക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിക്കോളും. ഇതിന് കുറച്ച് സമയം എടുക്കും കേട്ടോ, പെട്ടെന്ന് ഇതങ്ങ് ക്രിസ്പി ആയി കിട്ടില്ല. സമയം എടുത്തത് തന്നെ നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കണേ. ഇപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. പിന്നെ പുറത്ത് വെക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കുറച്ചും കൂടി ക്രിസ്പിനെസ് വരും. അപ്പോൾ നമുക്കിതങ്ങ് കോരി മാറ്റി വെക്കാം. ഒരു കിച്ചൺ ടിഷ്യൂ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോട്ട് അങ്ങ് കോരി മാറ്റിയിടാം. ഇനി ബാക്കിയുള്ള സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ബാച്ചും അങ്ങ് വറുത്തെടുക്കാം. നമ്മൾ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്, അതങ്ങ് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ആദ്യം ഉണ്ടാക്കിയതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. എരി മാത്രമേ എനിക്ക് ഇപ്പോഴും ഇച്ചിരി ഒന്ന് കുറവ് തോന്നുന്നുണ്ട്, പക്ഷേ കുട്ടികൾക്കൊക്കെ പാകമാണ് കേട്ടോ. പിന്നെ പുളിയാണെങ്കിലും പാകമായിട്ടുണ്ട്. 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചപ്പോൾ അത് പാകമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുളി പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കുറച്ച്. ഞാനിതിലേക്ക് ഒരു ഇച്ചിരി അവസാനമായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല, ഉപ്പ് കറക്റ്റ് ആയതുകൊണ്ട് ചേർക്കുന്നില്ല. നല്ല ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള നമ്മുടെ കുർക്കുറെ ബിണ്ടി, അതിലോട്ട് അല്പം മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചാട്ട് മസാല ഉണ്ടെങ്കിൽ ചാട്ട് മസാല അല്ലെങ്കിൽ ഗരം മസാല ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ബിണ്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. പറഞ്ഞെടുക്കട്ടെ. അടിപൊളി സംഭവം, സൂപ്പറായിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റിൽ ഇച്ചിരി മുളക് പൊടി ഇട്ടപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം. ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ഉപ്പിടും എപ്പോഴും ശ്രദ്ധിക്കണം, കൂടിപ്പോകാൻ പാടില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ സംഭവം കഴിക്കാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.